വിയ്യൂർ ജയിലിലൊരു രസമായിരുന്നു. തൊട്ടപ്പുറത്ത് ആണുങ്ങളുടെ ജയിലാണ്. അതിന്റെ ഒരു സൈഡിലായിട്ടാണ് പെണ്ണുങ്ങളുടെ റൂമുകള്, അതായത് സെല്ലുകള്. അപ്പൊ അപ്പുറത്തത് എന്ത് സൗണ്ട് കേട്ടാലും ഇപ്പുറത്ത് അത് ആണുങ്ങൾക്കും ഒരു ഹരമാണ്, ഇപ്പുറത്ത് പെണ്ണുങ്ങളാണല്ലോ എന്നുള്ള ഇതിൽ പണിക്ക് വരുന്നവർ ഒരു പാട്ടുകളൊക്കെ പാടും, തിരിച്ച് പാട്ട് പാടും. അപ്പൊ അവര് ചോദിക്കും ഏത് നാട്ടുകാരാണ് എന്ന് പറയുമ്പോ അങ്ങനെ, കാരണം സ്റ്റാഫുകൾ ഇരിക്കുന്ന കുറച്ച് അപ്പുറത്താ. അപ്പൊ ഈ സെല്ലിനുള്ളിൽ എന്ത് നടന്നാലും അവരങ്ങനെ അത്ര പെട്ടെന്ന് അറിയില്ല. ലൈബ്രറി ആണുങ്ങളുടെ ജയിലിലാണുള്ളത്. അവിടേക്ക് പോകുന്നത് നല്ല രസമാണ്. എല്ലാവരും നല്ല ഒരുങ്ങി കെട്ടി അത്യാവശ്യം അവിടെ പറ്റുന്ന മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോകും. ഈ വിലാസിനിയെ സംബന്ധിച്ചിടത്തോളം പറയണ രസമാണ്. കാരണം പുള്ളിക്കാരി ഇത്തിരി നരസ. അന്നത്തെ ദിവസം അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പുള്ളിക്കാരി ഒത്തിരി കൺമഷിയൊക്കെ തേച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി അങ്ങനെ പോകുന്നത്. കൂടുതലും ജയിലുകളില് പ്രേമം മുട്ടിടുന്ന അങ്ങനെയാ. അപ്പുറത്തോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ആരെങ്കിലും കാണും, പിന്നെ ഇപ്പുറത്ത് വരും, പിന്നെ ഫോൺ ചെയ്യാൻ പോകുന്നതാ അവിടെയാണ്. എല്ലാവരും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പെണ്ണുങ്ങൾ പോകും. അപ്പൊ പെണ്ണുങ്ങൾ ചെല്ലുന്ന കാണുമ്പോൾ ആണുങ്ങള് സെല്ലിനുള്ളിലുള്ളവരായാലും അവരും മെല്ലെ തലപൊക്കി നോക്കും. അവർക്കും ഒത്തിരി വർഷമായിട്ട് കിടക്കുന്നവരല്ലേ, പെണ്ണുങ്ങളെ കാണുമ്പോ അവർക്കൊരാനന്ദം. ഒരിക്കൽ ജയിലിന്റെ ഉള്ളിൽ അപ്പുറത്തുനിന്ന് പറഞ്ഞ എവിടെ ആരാണ്, ഏതാ നാട്, തലശ്ശേരിക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു. വെറുതെ തമാശക്ക് ഇപ്പോഴത്തെ ആരോ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പൊ നാളെ ഹോസ്പിറ്റലിൽ വരുമ്പോ കാണാൻ പറ്റുമോ ചോദിച്ചു. കാണാലോന്ന്. എന്ത് ഡ്രസ്സ് ഇട്ട് വരൂ എന്ന് ചോദിച്ചു. അവര് നല്ല വിവാദമായിട്ടായിരുന്നു ജയിലില്. കാരണം പ്രണയലേഖനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവളുടെ ആ അവളെ പ്രേമിക്കുന്നയാള് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, അവിടെ കൊണ്ടുപോകുന്നു, കത്തെഴുതുന്നു, കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ആ കത്തുകൾ ലാസ്റ്റ് സൂപ്രണ്ടിന്റെ അടുത്ത് എത്തുന്നു. വീര് വന്നപ്പോഴാണ് ഇവൾക്ക് അസ്വസ്ഥതയാണെന്ന് ഇവളെ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഇവള് ഗർഭമാണെന്ന് പറയുന്നത്, ഗർഭിണിയാണെന്ന് അറിയുന്നത്. അങ്ങനെ ഇതിനാരാ ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോഴാണ് അവള് ഈ കസ്റ്റഡി പോയപ്പം അവളെ കൊണ്ടുപോയി ഉദ്യോഗസ്ഥർ അവളെ പീഡിപ്പിച്ചതാണ്, പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചതാണ്. അങ്ങനെ 1-2 ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ അവള് പറഞ്ഞു. ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ വരുമായിരുന്നു. അവര് വന്നാൽ ജയിലിൽ ഒച്ചപ്പാടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തമ്മിൽ അസൂയാണ്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അവര് തമ്മിൽ എപ്പോഴും തെറിവാക്കുകളായിരിക്കും അവിടെ ഉപയോഗിക്കുക. ഭർത്താവ് മൂലം ഇങ്ങനെയുള്ള കെണികളിൽ അകപ്പെട്ട കാര്യങ്ങളും, പിന്നെ കല്യാണം കഴിച്ച് ചെന്ന വീട്ടിലുള്ള അവഗണന മൂലം ആകപ്പെട്ട ഇങ്ങനത്തെ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നവരും എല്ലാം സ്വന്തം മാതാപിതാക്കൾ തന്നെ ഈ വഴിയിലേക്ക് ഇറക്കി വിട്ടവരുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി കഥകൾ പറയുമ്പോൾ നമുക്ക് അവരുടെ കഥകൾ കേൾക്കുമ്പോൾ സത്യത്തില് ഞെട്ടലും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും. ചതിയിൽപ്പെട്ട് 34-ാം വയസ്സിലാണ് ലിസി റോസക്കുട്ടി എന്ന സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ സാധു യുവതി ജയിലിൽ അകപ്പെടുന്നത്. കുറ്റവിമുക്തയാക്കപ്പെട്ടത് 12 വർഷത്തിന് ശേഷവും. ജയിലിൽ കഴിഞ്ഞ ആ കാലയളവിൽ ലിസിക്ക് നഷ്ടമായത് അവരുടെ യൗവനമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു, ബന്ധങ്ങളായിരുന്നു. അനുഭവിച്ചതാകട്ടെ സമാനതകളില്ലാത്ത സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും. എന്റെ ഈ 12 വർഷത്തെ ജയിൽ ജീവിതത്തില് വിയ്യൂർ ജയിലിനെ കുറിച്ച് എടുത്തു പറയാൻ ഒത്തിരി സംഭവങ്ങളുണ്ട്. കാരണം വിയ്യൂർ ജയിലിലൊരു രസമായിരുന്നു. തൊട്ടപ്പുറത്ത് ആണുങ്ങളുടെ ജയിലാണ്. അതിന്റെ ഒരു സൈഡിലായിട്ടാണ് പെണ്ണുങ്ങളുടെ റൂമുകള്, അതായത് സെല്ലുകള്. അപ്പൊ അപ്പുറത്തത് എന്ത് സൗണ്ട് കേട്ടാലും ഇപ്പുറത്ത് അത് ആണുങ്ങൾക്കും ഒരു ഹരമാണ്, ഇപ്പുറത്ത് പെണ്ണുങ്ങളാണല്ലോ എന്നുള്ള ഇതിൽ പണിക്ക് വരുന്നവർ ഒരു പാട്ടുകളൊക്കെ പാടും. പാട്ടുകൾ പാടുമ്പോൾ ഇപ്പുറത്തൊന്നും പാടി കൊടുക്കുന്നവരുണ്ട്. കാരണം നമ്മുടെ പുസ്തകത്തിലെ കഥാപാത്രം പോലെ വിലാസിനി അങ്ങനെ ഒത്തിരി പേരുണ്ട്. തിരിച്ച് പാട്ട് പാടും. അപ്പൊ അവര് ചോദിക്കും ഏത് നാട്ടുകാരാണ് എന്ന് പറയുമ്പോ അങ്ങനെ, കാരണം സ്റ്റാഫുകൾ ഇരിക്കുന്ന കുറച്ച് അപ്പുറത്താ. അപ്പൊ ഈ സെല്ലിനുള്ളിൽ എന്ത് നടന്നാലും അവരങ്ങനെ അത്ര പെട്ടെന്ന് അറിയില്ല. അവരുടെ ശ്രദ്ധയുണ്ടെങ്കിലും സംസാരങ്ങൾ കേൾക്കില്ലല്ലോ. അപ്പൊ തൊട്ടപ്പുറത്താണെങ്കിൽ ആണുങ്ങൾ വന്നിരിക്കുമ്പോ അവര് പറയും, അന്നൊക്കെ ആണുങ്ങളുടെ ജയിലിൽ നിന്നായിരുന്നു പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പൊ ചക്കപ്പുഴുക്കാണെങ്കിൽ അവര് പ്രത്യേകിച്ച് എടുക്കും, ഇന്ന് ചക്കപ്പുഴുക്കാണേ എന്ന് വിളിച്ചു പറയും. അപ്പൊ പെണ്ണുങ്ങൾ ചക്ക ഇഷ്ടമുള്ളവര് പാത്രം നിരത്തി വെച്ചിരിക്കും.
അങ്ങനെ ഒത്തിരി രസകരമായ സംഭവം. അതേപോലെ അവിടെ ലൈബ്രറി വായിക്കാനാണെങ്കിലും ലൈബ്രറി പുസ്തകം എടുക്കാനാണെങ്കിലും ലൈബ്രറി ആണുങ്ങളുടെ ജയിലിലാണുള്ളത്. അവിടേക്ക് പോകുന്നത് നല്ല രസമാണ്. എല്ലാവരും നല്ല ഒരുങ്ങി കെട്ടി അത്യാവശ്യം അവിടെ പറ്റുന്ന മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോകും. ഈ വിലാസിനിയെ സംബന്ധിച്ചിടത്തോളം പറയണ രസമാണ്. കാരണം പുള്ളിക്കാരി ഇത്തിരി നരസ. അന്നത്തെ ദിവസം അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പുള്ളിക്കാരി ഒത്തിരി കൺമഷിയൊക്കെ തേച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി അങ്ങനെ പോകുന്നത്. അവിടുന്ന് അവരെന്തെങ്കിലും മൂളിപ്പാട്ട് പാടിയ ഇവിടുന്ന് തിരിച്ചും വിലാസിനിയാണ് പാട്ട് പാടുക. കാരണം നമ്മളൊക്കെ പേടിച്ചിട്ട് ഒതുങ്ങിയിരിക്കും, അപ്പുറത്തെ ആണുങ്ങളാണ് ഇനി എന്തെങ്കിലും പ്രശ്നമായെങ്കിലോ എന്ന്. കൂടുതലും ജയിലുകളില് പ്രേമം മുട്ടിടുന്ന അങ്ങനെയാ. അപ്പുറത്തോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ആരെങ്കിലും കാണും, പിന്നെ ഇപ്പുറത്ത് വരും, പിന്നെ ഫോൺ ചെയ്യാൻ പോകുന്നതാ അവിടെയാണ്. എല്ലാവരും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പെണ്ണുങ്ങൾ പോകും. അപ്പൊ പെണ്ണുങ്ങൾ ചെല്ലുന്ന കാണുമ്പോൾ ആണുങ്ങള് സെല്ലിനുള്ളിലുള്ളവരായാലും അവരും മെല്ലെ തലപൊക്കി നോക്കും. അവർക്കും ഒത്തിരി വർഷമായിട്ട് കിടക്കുന്നവരല്ലേ, പെണ്ണുങ്ങളെ കാണുമ്പോൾ അവർക്കൊരു ആനന്ദം. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, നല്ല രസകരമായ സംഭവമുണ്ട്. ഒരിക്കൽ ജയിലിന്റെ ഉള്ളിൽ അപ്പുറത്തുനിന്ന് പറഞ്ഞ എവിടെ ആരാണ്, ഏതാ നാട്, തലശ്ശേരിക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു. വെറുതെ തമാശക്ക് ഇപ്പോഴത്തെ ആരോ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പൊ നാളെ ഹോസ്പിറ്റലിൽ വരുമ്പോ കാണാൻ പറ്റുമോ ചോദിച്ചു. കാണാലോന്ന്. എന്ത് ഡ്രസ്സ് ഇട്ട് വരൂ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു മഞ്ഞ കളർ നൈറ്റി ആയിരിക്കും എന്ന് ആരോ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ എന്റെ പുസ്തകത്തിൽ വിയ്യൂർ ജയിലിൽ ദിവ്യഗർഭം എന്നൊരു ഭാഗത്തുള്ള ഒരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരി അന്ന് കഷ്ടകാലത്തിന് മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അപ്പൊ എല്ലാവരും ഇവളുടെ നേരെ ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ട് വരൂ എന്ന് പറഞ്ഞ് ആണുങ്ങളെല്ലാം ഇവളെ നോക്കി. ഇവള് സംഭവം അറിയുന്നേ ഇല്ല, ഇത് പറഞ്ഞതാരാണെന്നും അറിയില്ല. മഞ്ഞ ഡ്രസ്സ് എല്ലാവരും ഇവളെ തന്നെ നോക്കി ചൂളവടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി രസകരമായ സംഭവങ്ങളുണ്ട്. അതേപോലെ എന്റെ ആ പുസ്തകത്തിനകത്ത് ഒത്തിരി കഥാപാത്രമുണ്ട്. ഈ ഒരു ജയിലില് ഒരു സൗമ്യയുണ്ട്. ആ സൗമ്യയാണ് ജയിലിൽ പ്രണയത്തിന്റെ വിത്ത് പാകിയ സൗമ്യ. അതും വിയ്യൂർ ജയിലിലാണ്. അവര് നല്ല വിവാദമായിട്ടായിരുന്നു ജയിലില്. കാരണം പ്രണയലേഖനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോ അവളുടെ ആ അവളെ പ്രേമിക്കുന്നയാള് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, അവിടെ കൊണ്ടുപോകുന്നു, കത്തെഴുതുന്നു, കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ആ കത്തുകൾ ലാസ്റ്റ് സൂപ്രണ്ടിന്റെ അടുത്തെത്തുന്നു. അങ്ങനെ അയാൾക്ക് പണിഷ്മെന്റ് കിട്ടി. അങ്ങനെ ഒത്തിരി 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 രസകരമായ സംഭവങ്ങളുള്ള ജയിലാണ് വിയ്യൂർ ജയില്. വിയ്യൂർ ജയിലിനെ അറിയപ്പെടുന്നത് കള്ളന്മാരുടെ ജയിലെന്നാ അറിയപ്പെടുന്നത്. ഇപ്പോഴാണ് വലിയ രാഷ്ട്രീയക്കാര്, കൊലപാതക കേസിൽപ്പെട്ടവര് അങ്ങനെയുള്ളവരെല്ലാം വന്നത്. പണ്ട് കള്ളന്മാരുടെ ജയിലെന്നായിരുന്നു. കള്ളന്മാര്, പിന്നെ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യുന്ന സ്ത്രീകള്, അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് വിയ്യൂര്. ഇപ്പോ എല്ലാവരും എല്ലാ തരത്തിലുള്ള തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാതെ വിടുന്നവരും എല്ലാം ഉണ്ട്. ഇപ്പൊ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ജയിലിന്റെ കുറെ മാറ്റങ്ങളും വന്നു. സൗമ്യയാണ് ഒത്തിരി പേരെ പ്രണയിക്കാനോ. എന്റെ ഇതിനകത്തുണ്ട് ഒരു പൊന്നി ചേച്ചി, പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു പൊന്നി ചേച്ചി. അവര് ചാരായ കേസിൽ വന്ന പാലക്കാടുകാരിയാ. ഇവർക്ക് ജയിലിൽ ഉള്ള ഒരാളാണ് കത്തെഴുതിയെന്ന് വരുത്തി സൗമ്യ ഒരു കത്തെഴുതി. കത്ത് വായിച്ചു കൊടുക്കുന്ന അത് ഞാനായിരുന്നു, ഈ പൊന്നി ചേച്ചിക്ക്. അപ്പൊ അവിടെ നിന്ന് ഒരു ചേട്ടൻ എഴുതിയതാണ്, ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സൗമ്യക്ക് എങ്ങനെയാണ് പ്രത്യേക സ്വഭാവമുള്ളതാണ് സൗമ്യ കത്തെഴുതി. അത് ഞാൻ വായിച്ചു കൊടുത്തു. ആ ചേച്ചിക്ക് ആ ചേട്ടനോടൊരു പ്രണയം. അങ്ങനെ അയാളാണെ അറിയുന്നവരില്ല സംഭവം. അങ്ങനെയുള്ള കുറേ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിനോദം എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി കളിക്കാനും, എല്ലാവരും പകിട കളിക്കുക, അങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടും. പിന്നെ ലൈബ്രറിയിൽ നിന്ന് ചുരുക്കം ചിലരെ പുസ്തകം എടുത്ത് വായിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തക വായനയായിരുന്നു ഏറ്റവും പ്രധാന ഹോബി. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ വിയ്യൂർ ജയിലിൽ അന്നത്തെ കാലത്ത് പത്രങ്ങളിലല്ല, അന്ന് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന കാലത്താണ് വിയ്യൂർ ജയിലിൽ ദിവ്യഗർഭം എന്നും പറഞ്ഞൊരു മിക്ക പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അതും രസകരമായ സംഭവം. അവിടെ ഒരു പ്രതി കളവ് കേസിൽ വന്നതാണ്. അവള് വന്ന സമയത്ത് എറണാകുളത്താണ് വന്നത്. എറണാകുളത്ത് ഞാനുണ്ടായിരുന്ന സമയത്ത് എറണാകുളത്ത് അവളുണ്ടായിരുന്നു. എപ്പോഴും ഇവള് ഇങ്ങനെ തുപ്പി നടക്കും. ഞങ്ങള് വിചാരിച്ചില്ല ഇവൾക്ക് ഗർഭം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ തിരിച്ച് എന്നെയൊക്കെ വിയ്യൂരേക്ക് ആക്കിയ സമയത്ത് ഇവളും ഉണ്ടായിരുന്നു. വിയ്യൂര് വന്നപ്പോഴാണ് ഇവൾക്ക് അസ്വസ്ഥതയാണെന്ന് ഇവളെ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇവള് ഗർഭിണിയാണെന്ന് അറിയുന്നത്. അങ്ങനെ ഇതിനാരാ ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോഴാണ് അവള് ഈ കസ്റ്റഡി പോയപ്പം
അവളെ കൊണ്ടുപോയി ഉദ്യോഗസ്ഥർ അവളെ പീഡിപ്പിച്ചതാണ്, പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചതാണ്. അങ്ങനെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ അവള് പറഞ്ഞു. ഇന്നോരാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവള് ജയിലിൽ വെച്ചിട്ടാണ് പ്രസവിച്ചത്. നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അത് കേസായി. കേസ് കോടതിയിൽ കുറെ നടന്നു. അപ്പോഴെല്ലാം ഇവിടെ ഉറച്ചു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് പീഡിപ്പിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു വരുത്തി. ഇവള് പേര് പറഞ്ഞ ഉദ്യോഗസ്ഥർ, അന്ന് ഇവിടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി എല്ലാ ഉദ്യോഗസ്ഥരും, ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരാണ് ഇവള് പറഞ്ഞത്. ഇവരൊക്കെ ചേർന്ന് പീഡിപ്പിച്ചത്. ഒരിക്കലും നടക്കാത്ത കാര്യമാണത്. പണ്ടൊക്കെ നമ്മള് സിനിമകളിൽ കാണും ഈ പീഡനം, പ്രതികളെ കൊണ്ടുപോയി പോലീസുകാർ പീഡിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് നടക്കത്തില്ല. കാരണം കൂടെ പോലീസുകാരുടെ കൂടെ വനിതാ പോലീസും ഉണ്ടാകും. ഒരു പ്രതിയെ, ഒരു ലേഡീനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും വനിതാ പോലീസിന്റെ എസ്കോർട്ടോട് കൂടി കൊണ്ടുപോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ ഈ വനിതാ പോലീസൊക്കെ എന്താക്കുമായിരുന്നു, അവരെല്ലാം കൂട്ടു നിൽക്കുകയോ ചെയ്തെന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. പക്ഷെ പത്രങ്ങളെല്ലാം പറഞ്ഞ് നേരായ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് എഴുതി പിടിപ്പിച്ചത്. പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ട് കേസില് ലാസ്റ്റ് ആ ഉദ്യോഗസ്ഥന്റെ DNA ടെസ്റ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു. നോക്കിയപ്പോ ഇവരാരുമല്ല പ്രതി. അവസാനമാണ് കറങ്ങി തിരിഞ്ഞ് ഇവളുടെ തന്നെ ഒരു കൂട്ടുപ്രതിയായിരുന്നു. ഒരു കളവ് കേസിലുള്ള ഒരു പ്രതി തന്നെയായിരുന്നു. അയാള് പുറത്തിറങ്ങിയ സമയത്ത് ഇവളും പുറത്തുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് താമസിച്ചു. അങ്ങനെയാണ് ഇവൾക്ക് ആ കുഞ്ഞ് ജനിക്കുന്നത്. പിന്നീട് അത് മനസ്സിലായി ഇവള് കള്ളത്തരം പറഞ്ഞതാണെന്ന്. ഞങ്ങള് കുറെ കാലം കഴിഞ്ഞപ്പോ കേസ് വിട്ടു പോവുകയും ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം രക്ഷപ്പെട്ടു. ഇവളുടെ പേരിൽ ഒരു ആക്ഷൻ എടുത്തിട്ട് എന്ത് കാര്യം? ഇവള് തോന്നിയത് പറഞ്ഞാണ്. ഇനിയിപ്പോ അതിന്റെ പുറകെ ആരും പോയിട്ടില്ല എന്നൊന്ന്. എന്തായാലും നല്ലൊരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെയായിട്ട് പിന്നെ അവള് കേസ് വിട്ടപ്പോ അവള് കുഞ്ഞിനെയായിട്ട് പോയി. ഇപ്പൊ എവിടെയാണ് അവൾ ഉള്ളതെന്നൊന്നും അറിയില്ല. അതേപോലെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ആ പുസ്തകത്തിന് വിയ്യൂര് ജയിലിലാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം. നുണകൾ കൊണ്ട് കൊട്ടാരം പണിയുന്ന ഒരു ബിന്ദു ഉണ്ട്. ഇവള് വന്നപ്പോ തൊട്ട് എല്ലാ സഹായത്തിനും ഞാൻ ഉണ്ടായിരുന്നു അവൾക്ക്. കാരണം ഡ്രസ്സില്ല, സോപ്പില്ല, ആരും വരാനില്ല, നോക്കാനില്ല. അവള് സിമ്പതി പിടിച്ചു പറ്റുമായിരുന്നു നല്ല നുണകൾ പറഞ്ഞ്. ഈ പ്രതി അതേപോലെ തന്നെ പറഞ്ഞു. ഇവള് കട്ട സ്വർണം മൊത്തം ജയിലിൽ ഉദ്യോഗസ്ഥരെടുത്തു എന്നെല്ലാം പറഞ്ഞു. സത്യത്തിൽ അതും ഇല്ലാത്ത കഥകളാണ്. അവൾ എന്തെങ്കിലും സാധനം തന്നു എന്ന് തരാതെ പറഞ്ഞെങ്കിലും അത് തന്നു എന്ന് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് അവൾക്ക്. അങ്ങനെ പ്രത്യേകിച്ച് നുണ പറയുന്ന ഒരു രണ്ട് വ്യക്തികളെ അങ്ങനെ ഞങ്ങളുടെ ബിന്ദു എന്ന് പറഞ്ഞ ഭൂലോക നുണച്ചിയാണ്. കാരണം ഒത്തിരി പേരെ അവൾ ആ നുണകൾ കൊണ്ട് വിശ്വസിപ്പിച്ച് പറ്റിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പൊന്നി എന്ന് പറഞ്ഞ സൗമ്യ കത്തെഴുതി ഒരു പ്രണയം മനസ്സിൽ വിത്തുപാകി കൊടുത്ത ഒരു പൊന്നിച്ചേച്ചിയുണ്ട്. ആ പൊന്നിച്ചേച്ചിനോട് പറഞ്ഞു, പൊന്നിച്ചേച്ചി എന്നെ കേസിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പൊന്നിച്ചേച്ചിയുടെ ബന്ധുക്കൾക്ക് 25,000 രൂപ കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം വെറുതെ നുണ പറഞ്ഞ് ആ ചേച്ചി അത് വിശ്വസിച്ചിരുന്നു. ലാസ്റ്റ് പൊന്നിച്ചേച്ചിയുടെ ബന്ധുക്കൾ വന്നപ്പോഴാ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവമില്ല, ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെയുള്ളത് ആ പുള്ളിക്കാരി. അതെ, പുറത്ത് നമ്മളിപ്പോ കോടതിയിൽ പോകുന്ന സമയത്തായാലും നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ബാഗെല്ലാം പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കും. അല്ലെ എന്തെങ്കിലും ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട്, അതുവരെ കൊണ്ടുപോയി എടുത്ത് വായിച്ച് നോക്കി അതിനകത്ത് ഇല്ലാത്ത കഥകൾ മെനയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ബിന്ദു. അങ്ങനെ ഒരു ബിന്ദു. പിന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ. കാരണം വീര് ജയിലിൽ എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ലീലാമ്മ. ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ, അന്നൊക്കെ ഈ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ വരുമായിരുന്നു. അവര് വന്നാൽ ജയിലിൽ ഒച്ചപ്പാടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തമ്മിൽ അസൂയയാണ്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. അവര് തമ്മിൽ എപ്പോഴും തെറിവാക്കുകളായിരിക്കും അവിടെ ഉപയോഗിക്കുക. ഈ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യുന്ന കുറെ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവരുടെ എല്ലാം മനസ്സ് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. കാരണം അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ള കഥകൾ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സങ്കടങ്ങൾ വരും. ചിലരിൽ അവരെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരെ പാതിരാത്രിക്കൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അവരുടെ ഉടുവസ്ത്രങ്ങൾ വരെ അഴിച്ചെടുത്ത് വിടുന്ന ഒരവസ്ഥയുണ്ടായിട്ട് ആ അവസ്ഥകളൊക്കെ പറയുമ്പോൾ നമ്മള് സത്യത്തില് ഞെട്ടിപ്പോവും. കാരണം അവരത്രയൊക്കെ അനുഭവിച്ചല്ലോ. ഒത്തിരി കാര്യങ്ങള് അവര് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ നല്ല വേദന തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഇപ്പൊ ജയിലുകളിൽ അങ്ങനെയുള്ളവരില്ല. അവര് കോടതിയെ അവര് ചെയ്യുന്നത് കുറ്റകരമല്ല എന്നുള്ള ഒരു രീതിയിലാക്കി തീർത്ത കാരണം ഇന്നിപ്പോ അവരാരുമില്ല. പക്ഷെ അന്നത്തെ കാലത്തായിരുന്നു ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞതും അവരുടെ ജീവിതങ്ങളും അവര് ഭർത്താവ് മൂലം ഇങ്ങനെയുള്ള കെണികളിൽ അകപ്പെട്ട കാര്യങ്ങളും പിന്നെ
കല്യാണം കഴിച്ച് ചെന്ന വീട്ടിലുള്ള അവഗണന മൂലം ആകപ്പെട്ട ഇങ്ങനത്തെ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നവരും എല്ലാം സ്വന്തം മാതാപിതാക്കൾ തന്നെ ഈ വഴിയിലേക്ക് ഇറക്കി വിട്ടവരുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കഥകൾ പറയുമ്പോൾ നമുക്ക് അവരുടെ കഥകൾ കേൾക്കുമ്പോൾ സത്യത്തില് ഞെട്ടലും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും. അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ.